Praise the Lord. Praise the Lord. Hallelujah. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശു എന്ന നാമത്തിന്റെ അർത്ഥം എന്താണ്? അവന്റെ പേര് യേശു എന്ന് വിളിക്കപ്പെടും. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കും. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ നന്ദി എന്ന് പറയുമ്പോൾ പിതാവ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ വർഷിക്കും. നമ്മുടെ ബന്ധനങ്ങളും കെട്ടുകളും അഴിയപ്പെടും. ഹല്ലേലൂയ. 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 എല്ലാവരും ഒന്ന് പറഞ്ഞേ. മത്തായി 1:21. മത്തായി 1:21. അവന്റെ പേര് യേശു എന്ന് വിളിക്കപ്പെടും. അവന്റെ പേര് യേശു എന്ന് വിളിക്കപ്പെടും. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് ദുശീലങ്ങളിൽ നിന്ന് ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. മത്തായി 1:23. മത്തായി 1:23. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും. ദൈവം നമ്മോടുകൂടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വെളിപാട് 3:20. താവ് പറയുകയാണ്, ഇതാ ഹൃദയ കവാടത്തിൽ വന്ന് ഞാൻ മുട്ടുന്നു. നിങ്ങളുടെ ഹൃദയ കവാടം ഞാൻ ചവിട്ടി തുറക്കുകയില്ല. നിങ്ങൾ സ്വന്തമായിട്ട് ഹൃദയ കവാടം തുറന്നു തന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കുകയും കൂടെ വസിക്കുകയും ചെയ്യും. കൂടെ വാസമർപ്പിക്കും. ഞാൻ നിങ്ങളുമായി സംസർഗത്തിൽ ഏർപ്പെടും. നിങ്ങളോട് സംഭാഷിക്കും. നിങ്ങളുടെ സ്വരം ഞാൻ ശ്രവിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പസ്തോല പ്രവർത്തനം 16:31. എന്നാന്ന് പറയാമോ? അപ്പസ്തോല പ്രവർത്തനം 16:31. കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവ് എന്ന് പറഞ്ഞാൽ ഭൂസ്വർഗങ്ങളുടെ അധിപതി, സകലത്തിൻ്റെയും നാഥൻ, എല്ലാത്തിൻ്റെയും സൃഷ്ടാവും പരിപാലകനും രക്ഷകനുമായ കർത്താവായ ഭൂസ്വർഗങ്ങളുടെ അധിപതിയായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. 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 മിശിഹ വരുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് ക്രിസ്തുവിന് 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം സംസാരിച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും. മിശിഹ വരുമ്പോൾ പറഞ്ഞേ, അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും. അത് ശാരീരികമായ അന്ധത മാത്രമല്ല, ആത്മീയ അന്ധതയും മാറ്റപ്പെടും. ഹല്ലേലൂയ. 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 ശരീരത്തിലെ ചൊറിച്ചിലൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. ആരെയോ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. തൊണ്ടയിൽ അസ്വസ്ഥത, സ്വരതടസ്സം, കഫക്കെട്ട് ഇതൊക്കെ ഉള്ളവരൊന്ന് കൈപൊക്കിക്കേ. ആരെയൊക്കെയോ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. 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 മിശിഹ വരുമ്പോൾ എന്ത് സംഭവിക്കും? യെശയ്യാ 35:5-7. അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും, ബധിരരുടെ ചെവി ഇനിമേൽ അടഞ്ഞിരിക്കുകയില്ല. ചെവിക്ക് കേൾവി കിട്ടും, അടഞ്ഞ ചെവി തുറക്കപ്പെടും. അത് ഭൗതികമായ കേൾവി മാത്രമല്ല, ആത്മീയമായിട്ട് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനും ദൈവവചനം മനസ്സിലാക്കുവാനുമുള്ള ശക്തി ലഭിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. മിശിഹ വരുമ്പോൾ എന്ത് സംഭവിക്കും? അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും, ബധിരരുടെ ചെവി ഇനിമേൽ അടഞ്ഞിരിക്കുകയില്ല. അപ്പോൾ മൂകൻ
ആരുടെ നാവ് സന്തോഷത്തിൻ്റെ ഗാനം ഉതിർക്കും. സംസാരശേഷിയില്ലാത്തവർക്ക് സംസാരശക്തി ലഭിക്കും. ഭൗതികമായ സംസാരശക്തിയുണ്ട്. ഈ വചനം പ്രസംഗിക്കാനൊക്കെ ചിലരുടെ വായി തുറക്കും ദൈവം, മറ്റുള്ളവർക്ക് വചനം പറഞ്ഞു കൊടുക്കാനൊക്കെ. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം മനസ്സിലാക്കാനുള്ള ഗ്രഹണശക്തി എന്ന ദാനം, ദ ഗിഫ്റ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദ വേർഡ് ഓഫ് ഗോഡ്, പരിശുദ്ധാത്മാവിൻ്റെ 7 ദാനങ്ങളിൽ ഒന്ന് അനേകർക്ക് നൽകപ്പെടും. ബൈബിൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നൂതനമായ അർത്ഥം വെളിപ്പെടുത്തി തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു പ്രായം ചെന്ന വികാരിയച്ഛൻ ഞങ്ങളുടെ ധ്യാനത്തിൽ, അച്ഛന്മാരുടെ ധ്യാനത്തിൽ കൂടാൻ വന്നു. 3 മാസം കഴിഞ്ഞപ്പം വീണ്ടും ഒരു ധ്യാനം ഉണ്ടാവില്ല, അതിലും വന്നു. പിന്നെ 3 മാസം കഴിഞ്ഞപ്പം വേറൊരു ധ്യാനം ഉണ്ടായിരുന്നു, അതിനും വന്നു. പിന്നെ 3 മാസം കഴിഞ്ഞപ്പം വേറൊരു ധ്യാനം ഉണ്ടായിരുന്നു, അതിനും വന്നു. 65 വയസ്സുള്ള അച്ഛനാ. അപ്പം അച്ഛനോട് ചോദിച്ചു, അച്ഛാ എന്താണ് എല്ലാ ധ്യാനത്തിനും വരുന്നതിൻ്റെ കാരണം, പ്രേരണ? അപ്പം അച്ഛൻ പറഞ്ഞു, ഞാൻ ഓരോ ധ്യാനത്തിലും വന്ന് നല്ല ആഗ്രഹത്തോടെ ധ്യാനം കൂടി, ധ്യാനഗുരുക്കന്മാരെൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്കൊന്നും കിട്ടുന്നതായിട്ട് തോന്നുന്നില്ല, പുതിയതായിട്ടൊന്നും കിട്ടുന്നതായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് വീണ്ടും വരുന്നു, അതുകൊണ്ട് വീണ്ടും വരുന്നു, അതുകൊണ്ട് വീണ്ടും വരുന്നു. 4 ധ്യാനമായി. 5-ാമത്തെ ധ്യാനത്തിന് വന്നു കഴിഞ്ഞ് വെള്ളിയാഴ്ച ധ്യാനം കഴിഞ്ഞ് തിരിച്ചു പോയി. ശനി, ഞായർ, തിങ്കളാഴ്ച ഒരു സ്കൂട്ടറിൽ അച്ഛൻ വന്നു. സന്തോഷം പറയാനാണ്. ഈ പ്രാവശ്യത്തെ ധ്യാനം ഫലിച്ചു. ബൈബിൾ വായിക്കുമ്പോൾ പുതിയ അർത്ഥം ജ്വലിച്ച് കിട്ടുന്നുണ്ട്. ഞാൻ ചോദിച്ചു, ഒരു ഉദാഹരണം പറയാമോ? അദ്ദേഹം പറഞ്ഞു, ഈശോ അത്തിവൃക്ഷത്തെ ശപിക്കുന്ന ഉപമ. ഈശോയും ശിഷ്യന്മാരും അവരുടെ മിഷനറി പ്രവർത്തനങ്ങൾക്ക് ശേഷം തിരിച്ചു പോകുമ്പോൾ അവർക്ക് തിന്നാനൊന്നും ഇല്ലായിരുന്നു, നന്നായിട്ട് വിശന്നു. അവർ നോക്കിയപ്പോൾ ധാരാളം കമ്പുകളും ഇലകളും നിറഞ്ഞ ഒരു അത്തിവൃക്ഷം കണ്ടു. അതിൻ്റെ അടുത്ത് ചെന്ന് നോക്കി, വല്ല പഴവും കാണുമോ? ഒരു പഴവുമില്ലായിരുന്നു. യേശു ആ അത്തിവൃക്ഷത്തെ ശപിച്ചു, അത് ഉണങ്ങിപ്പോയി. പിറ്റേ ദിവസം ശിഷ്യന്മാർ ആ വഴി വന്നപ്പോൾ അത്തിവൃക്ഷം ഉണങ്ങി നിൽക്കുന്നു. അത് ഉണങ്ങിപ്പോയതായിട്ട് അവർ കണ്ടു. ആ സുവിശേഷം എഴുതിയ ആള് ഒരു വാചകം കൂടി എഴുതി വച്ചിരിക്കുന്നു. അപ്പോൾ അത്തിവൃക്ഷത്തിൽ ഫലങ്ങൾ കായ്ക്കുന്ന കാലമായിരുന്നില്ല. അപ്പോ അച്ഛന് പറഞ്ഞു, ഈ ഭാഗം വായിക്കുമ്പോഴൊക്കെ എനിക്ക് യേശുവിനോട് ദേഷ്യം തോന്നും. അത്തിവൃക്ഷത്തിൽ ഫലങ്ങൾ കായ്ക്കാത്ത കാലത്ത് ഫലം ഉണ്ടോയെന്ന് നോക്കിപ്പോയി, പോട്ടെ, ഇല്ലായിരുന്നു. ശപിച്ചത് ശരിയായില്ല. അപ്പോൾ അത്തിവൃക്ഷത്തിൽ ഫലങ്ങൾ കായ്ക്കുന്ന കാലമല്ല. അപ്പോൾ ഈശോയോട് ദേഷ്യപ്പെട്ടുകൊണ്ടാണ് ആ ഭാഗം എന്നും വായിക്കുന്നത്. 4-ാമത്തെ ധ്യാനം കഴിഞ്ഞ് തിരിച്ചു ചെന്നപ്പോൾ പിറ്റേ ഞായറാഴ്ചത്തേക്ക് പ്രസംഗിക്കാനുള്ള ഭാഗം അതാണ്. ശനിയാഴ്ച വൈകുന്നേരം ഇതും വായിച്ചുകൊണ്ടിരുന്നു. അപ്പം അച്ഛൻ ഇങ്ങനെ വായിച്ചു, അപ്പോൾ അത്തിവൃക്ഷത്തിൽ ഫലങ്ങൾ കായ്ക്കുന്ന കാലം ആയിരുന്നില്ല. അത് തന്നെ ടേപ്പ് റെക്കോർഡിൽ എന്നപോലെ അച്ഛൻ്റെ മനസ്സിൽ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അത്തിവൃക്ഷത്തിൽ ഫലങ്ങൾ കായ്ക്കുന്ന കാലമായിരുന്നില്ല. അപ്പോൾ അത്തിവൃക്ഷത്തിൽ ഫലങ്ങൾ കായ്ക്കുന്ന കാലമായിരുന്നില്ല. 10 തൊട്ട് 11 വരെ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. കാലത്ത് 4 മണിയായപ്പോൾ ഉറക്കം തെളിഞ്ഞു. അപ്പോൾ വീണ്ടും കേൾക്കുകയാണ്, അപ്പോൾ അത്തിവൃക്ഷത്തിൽ ഫലങ്ങൾ കായ്ക്കുന്ന കാലമായിരുന്നില്ല. അപ്പോൾ അത്തിവൃക്ഷത്തിൽ ഫലങ്ങൾ കായ്ക്കുന്ന കാലമായിരുന്നില്ല. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ആ സംഭവത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തു. ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്ത കാലത്ത് ഫലം തേടി വരുന്നവനാണ് യേശു. ലോകാവസാനം, അന്ത്യവിധിയുടെ സമയത്ത് കണക്ക് ചോദിക്കാൻ വരും.
നിനക്ക് ക്രിസ്തീയ വിശ്വാസം തന്നിട്ട് നീ എത്ര പേർക്ക് അത് കൊടുത്തു? നീ എന്തു സുവിശേഷ വേല ചെയ്തു? പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി നീ എന്തു ചെയ്തു? അതെയോ ഉദര ശുശ്രൂഷ മാത്രമോ ചെയ്തുള്ളോ? അന്നേ അപ്പത്തിന് വേണ്ടിയുള്ള പണി മാത്രമേ ചെയ്തുള്ളോ? ഈശോ എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നത്? മത്തായി 9:12-13. ഞാൻ നീതിമാന്മാരെ തേടിയല്ല വന്നത്, പാപികളെ പശ്ചാത്താപത്തിലേക്ക് വിളിക്കാനാണ്. നമ്മൾ ആരുടെ കൂടെയാ കൂട്ടുകൂടുന്നത്? നല്ല മനുഷ്യരുടെ കൂടെ, വലിയ മനുഷ്യരുടെ കൂടെ. മദർ തെരേസ, കൽക്കട്ടയിലെ മദർ തെരേസയും അതുപോലുള്ള ശുശ്രൂഷകരും ഏറ്റവും ഉപേക്ഷിക്കപ്പെട്ടവരാരുടെ കൂടെയാണ് കൂടിയത്. ഞങ്ങൾ കൽക്കട്ടയിൽ പലപ്പോഴും മദർ തെരേസയുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ പോയിട്ടുണ്ട്. 100-200 കിടപ്പ് രോഗികൾ ഇങ്ങനെ അടുക്കി കിടപ്പുണ്ടാവും. മലവും മൂത്രവും അവർക്ക് നിയന്ത്രണമില്ല. അപ്പം അതെല്ലാം കഴുകി വെടിപ്പാക്കി കഴിഞ്ഞാലും മൂക്ക് പൊത്തി വേണം അതിലോട്ട് പോകാൻ. ദുർഗന്ധം വന്നുകൊണ്ടിരിക്കും നിയന്ത്രണമില്ലാതെ. പക്ഷെ അവർക്ക് പരാതിയില്ല. അവർ സന്തോഷത്തോടെ, ദൈവസ്നേഹത്തോടെ, ദൈവസ്നേഹത്തെ പ്രതിയുള്ള പരസ്നേഹത്തോടെ, ആനന്ദത്തോടെയാണ് ആ ശുശ്രൂഷ ചെയ്യുന്നത്. അവർ മാത്രമല്ല, അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നൊക്കെ ആൾക്കാർ ഈ ശുശ്രൂഷ ചെയ്യാൻ അവിടെ വന്ന് സഹായിക്കും. കാരണം ഇതേറ്റവും വലിയ പരസ്നേഹ ശുശ്രൂഷയാണ്. അവർക്ക് ഒരു 10 പൈസ ഇങ്ങോട്ട് തരാൻ പറ്റുകയില്ല, ഒരു നല്ല വാക്ക് പറയാൻ പറ്റുകയില്ല. അങ്ങനെയുള്ളവർക്ക് ഈ ലോകത്തിൽ വെച്ച് പ്രതിഫലം ലഭിക്കുകയില്ലാത്ത തരത്തിലുള്ള ഒരു ശുശ്രൂഷ. പ്രൈസ് ദി ലോർഡ്. പാവപ്പെട്ടവരെ സഹായിച്ചാലും ശത്രുക്കളെ സ്നേഹിച്ചാലും, ശത്രുക്കള് ചിലപ്പോൾ 2 തരം കൂടെ നമ്മളോട് പറഞ്ഞു തരും. നമ്മളവരെ സഹായിക്കാൻ ചെല്ലുമ്പോൾ, അവരോട് സോറി എന്ന് പറയാൻ ചെല്ലുമ്പോൾ, ക്ഷമിക്കണമെന്ന് പറയാൻ ചെല്ലുമ്പോൾ ആട്ടും തീട്ടും തന്നു വിട്ടെന്ന് വരും. എങ്കിലും യേശുവിൻ്റെ മാതൃകയിൽ ശത്രുക്കളെ സ്നേഹിക്കുന്നു, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർണാടകത്തില് പ്രൈസ് ദി ലോർഡ് ഒരിക്കൽ കെനിയയിൽ നിന്ന് ഞങ്ങളുടെ സഭയിൽ, വിൻസെൻഷ്യൻ സഭയിൽപ്പെട്ടൊരു അച്ഛൻ ഫോൺ വിളിച്ചു. ഞങ്ങൾക്കവിടെ 3 ധ്യാനമന്ദിരങ്ങളുണ്ട്. ആദ്യത്തെ ധ്യാനമന്ദിരം നെയ്റോബി തന്നെ 2000 പേർക്ക് ഇരിക്കാം, താമസിക്കാൻ സൗകര്യമില്ല, വൈകുന്നേരം തിരിച്ചു പോകണം. രണ്ടാമത്തെ ധ്യാനമന്ദിരം 10,000 പേർക്ക് ഇരിക്കാവുന്നതാണ്. ഡിവൈൻ ധ്യാന കേന്ദ്രം പോലെയുള്ളൊരു ധ്യാന കേന്ദ്രം. അത് ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിന് വളരെ നല്ല സൽപ്പേരാണ് അവിടെയുള്ളത്. നെയ്റോബിയിലുള്ള ധ്യാന കേന്ദ്രത്തിൽ 2000 പേര് വന്നിരിക്കുന്ന അവർ പലരും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരാണ്. നെയ്റോബി എയർപോർട്ടിൽ ഞങ്ങൾ ചെന്നാൽ ഇത് വിൻസെൻഷ്യൻ സഭയിലെ അച്ഛന്മാരാണ് എന്നറിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരെല്ലാം കാണാൻ വരും. ഒരു കടലാസ് ശേഷം അവിടെ കാണും, ഒരു വചനം എഴുതി തരണം എന്ന് പറയും. ഒരു വചനം എഴുതി തരണം. അങ്ങനെയാണ് കൗൺസിലിങ്ങിൽ ചെല്ലുന്നവർക്ക് അവിടെ ഒരു വചനം എഴുതി കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ആ ധ്യാന കേന്ദ്രത്തിന് താമസിക്കാൻ സൗകര്യമില്ലെങ്കിലും വളരെയധികം സൽപ്പേരുണ്ട്. അതുകൊണ്ട് ഒരാൾ കുറച്ച് അകലെ തിക്ക എന്ന സ്ഥലത്ത് 10 ഏക്കർ സ്ഥലം കൊടുത്തു പുതിയ ധ്യാനമന്ദിരത്തിന്. വേറൊരാൾ 75 ലക്ഷം രൂപ കൊടുത്തു. വേറെ പലരും സഹായിച്ചു. അവിടെ ഇപ്പോൾ 10,000 പേർക്ക് ഇരിക്കാവുന്നൊരു ധ്യാനമന്ദിരമുണ്ട്. 6,000-7,000 പേർക്ക് താമസിച്ച് ഉള്ള സൗകര്യമുണ്ട്. കെനിയൻ പ്രസിഡന്റ് ഒരു കത്തോലിക്കനാണ്. ആ ധ്യാനമന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിന് വന്നത് കെനിയൻ പ്രസിഡന്റാണ്. അദ്ദേഹം അച്ഛന്മാരോട് ചെവിയിൽ പറഞ്ഞു, ഇനി ആവശ്യമുണ്ടെങ്കിൽ ഞാൻ 1 കോടി തന്നേക്കാം. പ്രൈസ് ദി ലോർഡ്. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ 10,000 പേർക്ക് ഇരിക്കാൻ സൗകര്യമുണ്ട്. അപ്പോൾ ഒരു പന്തക്കുസ്ത പാസ്റ്റർ പെണ്ണ, അവർ വന്ന് പറഞ്ഞു, നിങ്ങളുടെ പേരിൽ ഞാൻ 1 കോടി ഇട്ടിരിക്കുന്നു, കെട്ടിടം പണിയാൻ ആവശ്യമുള്ളപ്പോൾ ആവശ്യപ്പെട്ടോ. ഇത്രയും നല്ല ധ്യാനം, ഇത്രയും പേർക്ക് മാനസാന്തരം ഉണ്ടാകുന്നു, ഇത്രയും പേർക്ക് രോഗശാന്തി ഉണ്ടാകുന്നു, ഇത്രയും പേർക്ക് ആന്തരിക സൗഖ്യം ഉണ്ടാകുന്നു. ഇതൊക്കെയാണെങ്കിലും അവിടുന്ന് നമ്മുടെ സഭയിൽപ്പെട്ട ഒരു അച്ഛൻ വിളിച്ചു പറഞ്ഞു, ജോൺ കറ്റാട്ടച്ചൻ അച്ഛൻ വിളിച്ചു പറഞ്ഞു, അച്ഛാ, നമ്മുടെ 3 ധ്യാന കേന്ദ്രങ്ങളിലും കൊള്ളക്കാരോ കവർച്ചക്കാരോ കാലുകുത്തുകയില്ല. കാരണം ഇവിടെ യേശുവിനെ പ്രസംഗിക്കുന്നതുകൊണ്ട് സാത്താന് കയറാൻ പറ്റുന്നില്ല. വാതിലും ഗേറ്റും തുറന്നിട്ടാലും അവർ കയറാൻ പറ്റുകയില്ല. ആ പ്രസംഗിക്കുന്ന യേശുവിൻ്റെ
ആ നാമത്തിൻ്റെ ശക്തി അന്തരീക്ഷത്തിൽ നിൽക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ശാലോം ടെലിവിഷൻ ചാനലോ ഗുഡ്നസ് ചാനലോ കാണുന്നവർ കൈപൊക്കിക്കോ. അത് നിങ്ങൾ ഓൺ ചെയ്താൽ ഓഫ് ചെയ്താൽ അവിടെ കിടന്ന് പ്രസംഗിച്ചോളും. ആ വചനമൊക്കെ അവിടെ വ്യാപിച്ചോളും. നിങ്ങൾ ഓൺ ചെയ്തിട്ട് ഓഫ് ചെയ്യേണ്ട. അത് വലിയ ഇടിവെട്ടലും മില്ലൊക്കെ ഉണ്ട്, ഓഫ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ആ പ്രസംഗം അവരെ തുടരും. ആ ദൈവവചനം അവിടെയെല്ലാം ആ അന്തരീക്ഷത്തിലെല്ലാം ഫലം പുറപ്പെടുവിക്കും. നിങ്ങൾക്ക് നേരമില്ലെങ്കിലും കുഴപ്പമില്ല. ദൈവവചനത്തിന് അനന്തമായ പുണ്യവും ശക്തിയുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ജോൺ കറ്റാട്ടച്ചൻ എന്നെ വിളിച്ച് പറഞ്ഞു, അച്ഛാ, നമ്മുടെ ധ്യാന മന്ദിരത്തിൽ കൊള്ളക്കാരോ കവർച്ചക്കാരോ കയറുന്നില്ല. പക്ഷെ അനേകം വീടുകളിൽ പണം ചോദിച്ചവർ ചെല്ലും, തല്ലും, കൊല്ലും പണം കൊടുത്തില്ലെങ്കിൽ. എന്താ ചെയ്യുക? ഞങ്ങൾ 3 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നമ്മൾ 1, 2, 10 കൊള്ളക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട. ചുറ്റുമുള്ള കുറേ പ്രദേശങ്ങളൊക്കെ മനസ്സിൽ ഭാവനയിൽ കാണുക. അവിടെ എല്ലാം ഉണ്ടായിരിക്കാൻ ഇടയുള്ള 50,000 ക്രിമിനൽസ്, അല്ലെങ്കിൽ കുറ്റവാളികൾ, അല്ലെങ്കിൽ മനുഷ്യരെ കയ്യേറ്റം നടത്തുന്നവർ, അടുത്തും അകലെയുമുള്ളവർ, 50,000 ക്രിമിനൽസിനെ യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ, തിരുരക്ത കടലിൽ മുക്കണമേ, കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങളും പ്രാർത്ഥിച്ചേക്കാം. ഓർക്കും വിളക്കം നിങ്ങളും പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഫോണിൽ കൂടെ പറഞ്ഞത് ആര് കേട്ടു? കറ്റാട്ടച്ചൻ മാത്രമല്ല, കെനിയയിലുള്ള സാത്താനും കേട്ടു. 3 ആഴ്ചക്കകം ആ പ്രദേശമെല്ലാം ക്ലീനായി. അക്രമവാസനയുള്ളവരിലെ പിശാച് പുറത്തുപോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 3 കൊല്ലം കഴിഞ്ഞ് ഈ കഴിഞ്ഞ മാസം അവരോട് വന്നിരുന്ന അച്ഛന്മാർ, ഒരു പ്രശ്നവും ഇല്ല അച്ഛാ എന്ന് പറഞ്ഞു. ആ പ്രാർത്ഥന വലിച്ചു. തിരുരക്തം. 1 യോഹന്നാൻ 1:7 പറഞ്ഞേ. 1 യോഹന്നാൻ 1:7. 1 യോഹന്നാൻ 1:7. ദൈവപുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും അവരെ കഴുകി ശുദ്ധമാക്കും. നമ്മെ കഴുകി ശുദ്ധമാക്കും. പ്രിയപ്പെട്ടവരെ, എൻ്റെ അനുദിന പ്രാർത്ഥനയിൽ എല്ലാ മതവിഭാഗങ്ങൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്. കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ 200 കോടി ക്രിസ്ത്യാനികൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും വിവിധ സഭകളിൽപ്പെട്ട് ഓരോരുത്തരെയും എല്ലാവരെയും യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ, പൊതിയണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ഇന്ത്യയിൽ 140 കോടി ഉണ്ട്. എല്ലാവരും കൂടെ 140 കോടി ഭാരതീയരെ യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന ചിലര് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടാവാം. കുറേ അധികം പേര് എൻ്റെ കൊച്ച്, എൻ്റെ ആങ്ങള, എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ എന്നും പറഞ്ഞാണ് പ്രാർത്ഥന. എത്ര കൊല്ലമായി? ജനനം മുതൽ അങ്ങനെയാ പ്രാർത്ഥന. അതിന് മാറ്റം വരണം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. നമുക്ക് വേണ്ടത് ദൈവം തരികയും ചെയ്യും. മത്തായി 6:33 ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും ആദ്യം അന്വേഷിക്കുവിൻ, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും. പറഞ്ഞേ. മത്തായി 6:33. മത്തായി 6:33. മത്തായി 6:33. മത്തായി 6:33. ദൈവത്തിന്റെ രാജ്യവും അവിടുത്തെ നീതിയും ആദ്യം അന്വേഷിക്കുവിൻ, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും. ചില ആൾക്കാർ പറയാൻ, ഞങ്ങൾക്ക് ബാക്കിയുള്ളത് മതിയേ. ദൈവരാജ്യം അന്വേഷിക്കാൻ സമയമില്ല അവർ. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധാത്മാവ് നിറഞ്ഞ ജീവിതം. ഹല്ലേലൂയ. 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 ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ സന്തോഷം, സമാധാനം, പ്രത്യാശ. നിരാശയല്ല, പ്രത്യാശ. ദുഃഖമല്ല, സന്തോഷം. സമാധാനക്കേടല്ല, സമാധാനം. പരിശുദ്ധാത്മാവ് വരുമ്പോൾ സ്നേഹം, സന്തോഷം, സമാധാനം നിറയും.
നന്മ. മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാകുന്നതുകൊണ്ട് അസൂയില്ല. മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാകണം, തിന്മ ഉണ്ടാകരുതേ എന്നുള്ള പ്രാർത്ഥന. അത് പരിശുദ്ധാത്മാവ് തരുന്ന പ്രാർത്ഥനയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവ് വരുമ്പോൾ സന്തോഷം ഉണ്ടാകും. നിങ്ങൾക്ക് കുറച്ച് പരിശുദ്ധാത്മാവ് വന്ന മട്ടാണ് ഞാൻ നോക്കിയിട്ട് കണ്ടപ്പോൾ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ശിവദാസൻ, ഞാൻ പാലക്കാട്ടിൽ നിന്ന് വരികയാണ്. എനിക്ക് ഒരു ഭാഗം സ്ട്രോക്ക് വന്നിട്ട് ഒരു ഭാഗം തളർന്നതാണ്. ഈ സഹോദരൻ്റെ ഇടത്തെ കൈ സ്ട്രോക്ക് വന്ന് തടന്നതാണ്. ഇപ്പോഴത്തെ ശുശ്രൂഷയിൽ ബലം കിട്ടി. ഒന്ന് ഉയർത്തിക്കാൻ. ഹല്ലേലൂയ. എനിക്ക് മുട്ടിയരട്ടയ്ക്ക് നീരും വേദനയും ഒരു 10-13 വർഷമായിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഇടയ്ക്ക് കാൽവേദന കൂടും കുറയും, വെയിറ്റ് ഒട്ടും എടുക്കത്തില്ല. അന്നേരം കാലിന് നീര് വരും. എനിക്ക് മുട്ട് കുത്തുമ്പം ഇടയ്ക്ക് ഒരു പിടുത്തമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അത് മാറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് ഇവിടെ വന്നപ്പോൾ കാല് നിലത്തിങ്ങനെ ശരിക്കും കാല് വെക്കാൻ പറ്റത്തില്ലായിരുന്നു. ഭയങ്കര ചവിട്ടുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു. ഇപ്പൊ പൂർണ്ണമായി സുഖപ്പെട്ടിരിക്കുന്നു. തറയിൽ കാല് ചവിട്ടാൻ പറ്റില്ലായിരുന്നു. എത്ര വർഷമായിട്ട്? 3 വർഷം. 3 വർഷമായിട്ട് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ കാല് ശരിക്കും തറയിൽ ചവിട്ടി നടക്കാൻ പറ്റുന്നുവെന്നാണ് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത്. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ ഡിവൈൻ വിഷൻ ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613. ഫാക്സ് 0091 480 270 8097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.